ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണെന്ന് പറയാം. അതെ, തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ടുഡേ ഐ എം ഗോയിങ് ടു മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഏകദേശം ഒരു 1 ഇയറിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാട്ടിലുണ്ടായിരുന്ന ടൈമിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുമായിരുന്നു. സോ ഈ 1 ഇയർ എന്ന് പറയുന്നത് ഞങ്ങൾക്കിടയിൽ അത്യാവശ്യം വലിയൊരു ഗ്യാപ്പ് തന്നെയാണ്. കരിയറിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നിട്ടില്ലെങ്കിലും ബൈ ഫിസിക്കൽ അപ്പിയറൻസ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ ഫ്രണ്ടിനെ പറ്റിട്ട് പറയാം. ആളുടെ പേര് സൈലേഷ് എന്നാണ്. ഹീസ് എ പ്യൂർ ജെം. ഞാനത് വെറുതെ പൊക്കി പറയുന്നതല്ല, സത്യത്തിൽ ആളൊരു നിഷ്കുവാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കോളേജിൽ നിന്നാണ്. നോർത്ത് പറവൂർ ആയിരുന്നു കേട്ടോ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. ഇപ്പൊ പാസ് ഔട്ടായി ഇറങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. എന്ന് വെച്ച് ഡെയിലി കോൾസോ മെസ്സേജ് അയക്കലോ ഒന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് അയച്ചാലായി, അത്രേ ഉള്ളൂ. എന്നാലും എപ്പോ കണ്ടാലും ഞങ്ങൾ പഴയതുപോലെ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ മീറ്റപ്പ് നമ്മൾ ലുലു വെച്ചിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. ആൾ അവിടേക്ക് വരാന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഓൺ ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെയും എനിക്ക് പോസ്റ്റ് തന്നത് അവനാണ്. അല്ല, ആളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല മഴയുള്ള ദിവസമാണ് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. എന്റെ മമ്മിയും അതേപോലെ തന്നെ എന്റെ ഹസ്ബൻഡും ഇടയ്ക്ക് പറയാറുള്ള ഒരു കാര്യമാണ് എനിക്ക് ബന്ധങ്ങൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നുള്ളത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി എന്നെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ആരെയായാലും ഞാനും ചേർത്ത് പിടിക്കും. ഇങ്ങോട്ട് തരുന്ന സ്നേഹവും റെസ്പെക്റ്റും കെയർ ഒക്കെ അങ്ങോട്ടും തിരിച്ചു കൊടുക്കും. ഇൻ കേസ് ഇനിയിപ്പോ ഞാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻ, അതിപ്പോ എന്തുവാവാം, വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീസണും കാണും. അതിലിപ്പോ ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞും അല്ലാതെയൊക്കെ എന്നെ മനസ്സ് വിഷമിപ്പിച്ചവരും അകറ്റി നിർത്തിയവരും അങ്ങനെ കുറച്ച് പേര് കാണും. എന്ന് വെച്ച് ആരോടും എനിക്ക് വഴക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, പിന്നീട് ഒരിക്കലും എന്റെ മനസ്സ് അങ്ങോട്ട് എടുക്കില്ല. അതൊക്കെ പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബന്ധങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ഞാൻ അത്ര പുറകിലൊന്നും അല്ല. ഈവൻ ഡെയിലി കോണ്ടാക്ട്സ് ഇല്ലെങ്കിൽ പോലും ഒത്തിരി നല്ല മനുഷ്യർ എന്റെ കൂടെയുണ്ട്, എന്റെ ഒപ്പമുണ്ട്. നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ഇതൊക്കെ പോരെ. അതൊക്കെ പോട്ടെ. ലുലുവിൽ ഞാൻ ചെന്നപ്പോ ഓണം പ്രമാണിച്ചാന്ന് തോന്നുന്നു 1-2 കൺസേർട്ടുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പോസ്റ്റ് കിട്ടിയ ടൈമില് ഞാൻ ഇതൊക്കെ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം സൈലേഷ് എത്തി. ഓൾറെഡി ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മീറ്റപ്പ് ഞാൻ വീഡിയോ എടുക്കും, അത് വ്ലോഗായിട്ട് ചെയ്യുന്നൊക്കെ. ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആളത് അഡ്ജസ്റ്റ് ചെയ്തു. ലാസ്റ്റ് ഇയറിൽ എന്റെ കല്യാണ ദിവസമാണ് സൈലേഷ് ഉൾപ്പെടെയുള്ള എന്റെ പല ഫ്രണ്ട്സിനെ ഞാൻ അവസാനമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ മൊത്തം കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നു. ഒത്തിരി നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് ആയത് 2nd ഇയറിലാണ്. ഫസ്റ്റ് ഇയറിൽ ശരിക്കും ആസ് യൂഷ്വൽ ക്ലാസ്സിൽ ഒരു കുട്ടി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജ് ഡേയും കൊമേഴ്സ് ഫെസ്റ്റും ആർട്സ് ഡേ ഒക്കെ വരുന്നത്. അത്യാവശ്യം പാടുമെങ്കിലും പുതിയ കോളേജ് ആയതുകൊണ്ടും ഇവിടെ എന്നെ ആർക്കും അറിയില്ല, പഴയ ഫ്രണ്ട്സ് ഒന്നും കൂടെ ഇല്ല എന്നുള്ള വിശ്വാസത്തില് ഞാൻ പയ്യെ പുറകോട്ട് വലിഞ്ഞു നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഒപ്പം +2 പഠിച്ചു ഒരുത്തൻ എന്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ടെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഊഹിക്കാലോ, അങ്ങനെ ഞാൻ പാടുമെന്നുള്ള കാര്യം മൊത്തത്തിൽ പാട്ടായി. സിംഗിളും ഡുവറ്റും ഗ്രൂപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ പ്രാക്ടീസ് തുടങ്ങി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് സൈലേഷും പാടും എന്നുള്ളത്. അവൻ മെയിൻ ആയിട്ട് ക്ലാസിക്കലാണ് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലൊരു കണക്ഷൻ വന്നത്. അല്ലെങ്കിൽ ഈ പാട്ടുകാർ എവിടെ ചെന്നാലും അവർ തമ്മിലൊരു സൈക്കോളജി വർക്കോ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇതിനിടയിൽ ചെറിയൊരു വിശപ്പൊക്കെ വന്നപ്പോ ബർഗർ കഴിക്കാന്നും പറഞ്ഞ് നമ്മുടെ ബർഗർ കിങ്ങിൽ വന്നേക്കാണ്. അപ്പൊ നമുക്ക് സ്റ്റോറി അങ്ങ് കണ്ടിന്യൂ ചെയ്യാലേ. പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? പാട്ട്. അതെ, ആദ്യ സമയങ്ങളിലൊന്നും അവൻ അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. സംസാരം തീരെ കുറവായിരുന്നു. അന്നും ഇന്നും ഞാൻ സംസാരിക്കും, അവൻ കേട്ടിരിക്കും. അല്ലാട്ടോ, പണ്ട് അങ്ങനെയാന്ന് വെച്ച് ആളിപ്പോ അങ്ങനെയല്ല. ഇപ്പോഴത്തെ അവസ്ഥയില് എന്നേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് അവനാണ്. അത് പറഞ്ഞപ്പോഴാണ് കാര്യം ഒന്നിച്ച് പഠിച്ചെങ്കിലും ഞങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അവൻ എന്നേക്കാൾ ഇളയതാണ് കേട്ടോ. ഇനി ബാക്കി പറയാം. അങ്ങനെ കോളേജ് ഡേയും ആർട്സ് ഡേ ഒക്കെ കഴിഞ്ഞു. എല്ലാം ബാക്ക് ടു നോർമലിലേക്കായി. എന്നാലും കാണുമ്പോൾ നമ്മൾ സംസാരിക്കുമായിരുന്നു. പിന്നെ ഭയങ്കര കൂട്ടായി. ഇവനാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രോബ്ലം ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സോൾവ് ചെയ്യുന്നത് ഇവനായിരിക്കും ക്ലാസ്സിൽ. എനിക്കാണെങ്കിൽ നേരെ തിരിച്ചും. കണ്ടുകൂടാത്ത സബ്ജക്റ്റ് ആണ് അക്കൗണ്ട്. അങ്ങനെ ഇരിക്കെ സഹി കേട്ട് ഞാൻ അവനോട് ഒരു ദിവസം ഹെൽപ്പ് ചോദിച്ചു, എന്നെ അക്കൗണ്ടിങ് പഠിപ്പിച്ചു തരാമോന്ന്. അങ്ങനെ ഇന്റർവെൽ ടൈമിലും എക്സാം ഡേയ്സിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നായി പിന്നെ പഠിത്തം. അക്കൗണ്ടിങ്ങിൽ എന്റെ ഡൗട്ട്സ് അവൻ ക്ലിയർ ചെയ്ത് വരുമ്പോൾ മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കമ്പയർ സ്റ്റഡിയിൽ ഇടയ്ക്ക് ഞങ്ങളുടെ ഫ്രണ്ട് ജിൽസയും ജോയിൻ ചെയ്യായിരുന്നു കേട്ടോ. ഇപ്പൊ ഒന്ന് പുറകോട്ട് ചിന്തിക്കുമ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കോളേജ് ലൈഫിലെ ഗോൾഡൻ ഡേയ്സ് എന്ന് പറയുന്നത്. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സുവർണ്ണ കാലഘട്ടം. ഇതിനിടയിൽ കോവിഡ് വന്നു, പിന്നെ ഓൺലൈൻ ക്ലാസ് ആയി, അതിനുശേഷം ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ലാസ്റ്റ് സെം ഒക്കെ ആയപ്പോഴേക്കും ക്ലാസ്സിൽ ഗ്രൂപ്പിസവും ഗ്യാങ്ങിസും ഒക്കെ വളർന്ന് അല്ലാതെയും കുറെ പ്രശ്നങ്ങളൊക്കെ ആയി പല ഡിവിഷൻസ് ആയി. മൊത്തത്തില് ചിന്നിച്ചെതറി പോയൊരവസ്ഥ. അപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല സ്ട്രോങ് തന്നെയായിരുന്നു കേട്ടോ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾക്കിടയിൽ യാതൊരുവിധ വഴക്കോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ആയാലും ഇത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം എനിക്ക് എന്റെ ലൈഫിൽ ഒത്തിരി നല്ല സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇല്ലെന്നല്ല,
എന്നല്ല, എന്നാലും ഇതേപോലെ ഒരു ആൺ സുഹൃത്ത് ഇത് ആദ്യമായിട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ പലരും ചിലപ്പോൾ തെറ്റ് പറയാം, നെഗറ്റീവ് വിചാരിക്കാം, മറ്റെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, നോ പ്രോബ്ലം. എന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. സൗഹൃദത്തില് ആൺ പെൺ അതിർവരമ്പുകളുടെ ആവശ്യമില്ല. ആണായാലും പെണ്ണായാലും നമുക്ക് നല്ലൊരു സുഹൃത്തും വഴികാട്ടിയാവാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വേണം? എല്ലാവർക്കും ഈ ഒരു കാഴ്ചപ്പാടായിരിക്കില്ല. ഞാൻ എന്റെ ഒരു വ്യൂ പോയിന്റ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്റ്റോറി. ഇതിനിടയിൽ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ അറേബ്യൻ പാലസിലൊക്കെ പോയിട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നല്ലൊരു ഡേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ചെയ്ത് ഓർക്കാൻ കുറച്ചുകൂടി മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ദിവസം അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്തു. എന്നെ മെട്രോ സ്റ്റേഷനിലൊക്കെ കൊണ്ടാക്കിയിട്ടാണ് കേട്ടോ ആള് തിരിച്ചു പോയത്. ഈ ഒരു കൊച്ചു ജീവിതത്തില് ഇതുപോലുള്ള ചെറിയ ചെറിയ മൊമെന്റ്സ് ആയിരിക്കും നമുക്ക് ലാസ്റ്റ് ഓർമ്മിക്കാനായിട്ട് ഉണ്ടാവുക. സോ ഡോണ്ട് മിസ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ ആൻഡ് മെമ്മറബിൾ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.